CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സംഘം യെച്ചൂരിയെ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, ഏതാണ്ട് 3 ആഴ്ചയിലധികമായി സീതാറാം യെച്ചൂരി ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു, ആരോഗ്യനിലയിൽ പുരോഗതി എന്നായിരുന്നല്ലോ അറിയിച്ചിരുന്നത്. എന്താണിപ്പോൾ ആരോഗ്യനില? നിലവിലത്തെ അദ്ദേഹത്തിന്റെ സ്ഥിതി എങ്ങനെ? ഗോകുൽ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലവിൽ അതീവ ഗുരുതരമെന്നാണ് അല്പസമയം മുമ്പ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം 19 മുതൽ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് ശ്വാസകോശ അണുബാധ ഏറ്റിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ചികിത്സയിലുള്ളത്. അദ്ദേഹം ഡൽഹി എയിംസിലെ ICUവിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് പുതിയ ഒരു മരുന്ന് നൽകിയിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ വരുന്ന 24 മണിക്കൂർ, ഇപ്പോൾ കടന്നു പോകുന്ന ഈ 24 മണിക്കൂർ നിർണായകമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് എന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ടാണ് നിലവിൽ അതീവ ഗുരുതരമാണ് നില എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നിരീക്ഷിച്ചു വരികയാണ് എന്നും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഇപ്പോൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം അദ്ദേഹത്തിന് നൽകി വരികയാണ് എന്നും പാർട്ടി നേതൃത്വം അറിയിക്കുന്നു. അദ്ദേഹത്തെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 19 മുതൽ അദ്ദേഹം എയിംസിലെ ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഗൂഗിൾ. ശരി ബൽറാം, ഏതായാലും സീതാറാം യെച്ചൂരിയുടെ ചികിത്സ അതിന്റെ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിൽ സ്ഥിതി ഗുരുതരം, അതീവ ഗുരുതരം എന്നതാണ് CPIM കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്.